നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വീണ്ടും തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അതിജീവിതയുടെ അന്തസ്സ് കണക്കിലെടുക്കണമെന്നും കോടതി. യഥാർത്ഥയും വിശ്വാസതയോടും എന്റെ പരമാവധിക്കും കഴിവും ആർക്കും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതൻ പുനഃസത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങ് നടന്നത് വിയൂർ സെൻട്രൽ ജയിലിൽ. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് മേയർ VV രാജേഷ്. ജയിലിൽ സത്യപ്രതിജ്ഞ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യം. 5 വർഷവും ഭരിക്കുമെന്നും ആരും അയോഗ്യരാകില്ലെന്നും VV രാജേഷ്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ADGP MR അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ട് മടക്കി DGP. നടപടിയെടുക്കാൻ പര്യാപ്തമായ തെളിവുകളില്ല. മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും DGP റവാഡ ചന്ദ്രശേഖർ. തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഒമാൻ തീരത്ത് UAE എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്ക്. ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ച ഇന്ത്യ. ഇറാനിൽ ആക്രമണം ശക്തമാക്കിയ അമേരിക്ക. ഹോർമൂസിൽ അമേരിക്കൻ ഉപരോധം തുടങ്ങി. ഹോർമൂസിൽ ഇടപെടാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്ന് ഇറാൻ സൈന്യം. പാലക്കാട് അനുമോദന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ അപമാനിച്ചതിൽ വിശദീകരണവുമായി KT ജലീൽ. വിദ്യാർത്ഥികളോട് സംസാരിച്ചത് അധ്യാപകനെ പോലെ. ചെവിയിൽ പിടിച്ചത് വേദനിപ്പിക്കാനല്ല, അപമാനം തോന്നിയെന്ന് കുട്ടികൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ തോന്നിയെന്ന് കുട്ടികൾ പറഞ്ഞാൽ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറെന്നും KT ജലീൽ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ സോയൂസ് MS-29 വിക്ഷേപണം ഇന്ന്. വിക്ഷേപണം ഇന്ത്യൻ സമയം രാത്രി 8:17 ഖസാക്കിസ്ഥാനിൽ നിന്ന്. ശബരിമല തന്ത്രിയായി കണ്ട രാജീവരുടെ മകനെ നിയമിക്കുന്നതിൽ അനുകൂല നിലപാടുമായി ദേവസ്വം ബോർഡ്. ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് K ജയകുമാർ. ഹൈക്കോടതി അനുമതി വാങ്ങി തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രിമാർ ഏറ്റുവാങ്ങി. AC തോമസ്, ലോവേനി തോമസ് എന്നിവരുടെ സംസ്കാരം നാളെ കൊട്ടാരക്കരയിൽ. ലോകകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം വ്യാഴാഴ്ച. 2 മത്സരവും പുലർച്ചെ 12:30.